നമസ്കാരം. എൻ്റെ റേഡിയോ 91.2 വുമൻസ് കോർണറിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ എഴുത്തുകാരിയും അതുപോലെ തന്നെ റേഡിയോ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നമസ്കാരം. യമുന ഹരീഷ് എന്ന എഴുത്തുകാരിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള അതിഥി. നമസ്കാരം മാഡം. മാഡത്തിന് യാത്ര പോകാൻ വലിയ ഇഷ്ടമാണോ? ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് യാത്രകളെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇങ്ങനെ യാത്ര പോകാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകളോട് എന്താണ് അവർക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണോ ഇന്ന്, അതോ നമുക്ക് എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻസ് ഒക്കെ നമ്മുടെ ഈ ഒരു യാത്രകൾക്ക് ഉണ്ടാകാറുണ്ടോ? യാത്രകൾക്ക് റെസ്ട്രിക്ഷൻസ് അങ്ങനെ ഇല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു പുതിയ കാലത്ത് നേരത്തെ ഉള്ളതിനെ വെച്ചിട്ട് സ്ത്രീകൾക്ക് മാത്രമായുള്ള യാത്രകൾ ഒരുപാട് സുരക്ഷിതമായ അവസ്ഥയിൽ എത്തിയ കാലമായത്. ധാരാളം പുതിയ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ അതിന് പല കൂട്ടായ്മകളുണ്ട്, സർക്കാർ സംവിധാനങ്ങളുണ്ട്, സ്ത്രീകൾക്ക് മാത്രമുള്ള സുരക്ഷിത യാത്ര ഒരുക്കുന്ന ആപ്ലിക്കേഷൻസ് ധാരാളം ഉണ്ട്. പിന്നെ അതിൻ്റെ തന്നെ നമ്മുടെ റൂട്ട് ട്രാക്കിംഗ് സംവിധാനങ്ങളുണ്ട്, SOS ബട്ടണുകളുണ്ട്. അപ്പോൾ എവിടെയും നമ്മൾക്ക് സുരക്ഷിതത്വം ഉറപ്പിച്ച് പോകാൻ പറ്റിയ, സ്ത്രീകൾക്ക് മാത്രം താമസിക്കാൻ പറ്റിയ ലോഡ്ജുകള്, സ്ത്രീകൾ നടത്തുന്ന റെസ്റ്റോറൻറ്റുകള്, അപ്പം അങ്ങനെ എല്ലായിടത്തും ഒരു കൂട്ടായ്മ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം വർക്കായിട്ട് യാത്രകൾ ഇന്ന് മാറിയിട്ടുണ്ട്. ആണല്ലേ. അപ്പൊ ഇങ്ങനെ ലോങ് ട്രിപ്പ് ഒക്കെ പോകാനും അല്ലാതെ നമ്മുടെ കേരളത്തിനകത്ത് തന്നെയൊക്കെ പോകാനും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? എനിക്ക് തോന്നുന്ന എല്ലാ യാത്രയും കേരളത്തിനകത്തായാലും പുറത്തായാലും അതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഇതിൽ ഏത് യാത്രയും നമുക്ക് വല്ലാത്ത ഊർജം തരുന്നതാണ്. അപ്പോൾ പതിവ് ജീവിത രീതികളിൽ നിന്ന് മാറിയിട്ട് നമ്മളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങൾ ഓരോ യാത്രയും നമുക്ക് സമ്മാനിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ചേർത്ത് നിർത്തി സൗഹൃദത്തോടൊപ്പമുള്ള യാത്ര, വീട്ടിലെ ആൾക്കാരോടൊപ്പമുള്ള യാത്ര, സഹപ്രവർത്തകരോടൊപ്പമുള്ള യാത്ര, ഓരോന്നിനും അതിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആസ്വാദനമാണുള്ളത് ഉണ്ടല്ലേ. ഓക്കെ. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് ഇതിനൊരു പണം ഒരു ഘടകമാണല്ലോ, എപ്പോഴും ഒരു പണം ഘടകമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചെലവ് നടത്തുന്ന സ്ത്രീകളാണെന്ന് പറഞ്ഞാൽ മാഡം അതിന് എങ്ങനെയാണ്? ഇല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ചെലവ് സ്ത്രീകളാണെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പുരുഷന്മാർക്കായിരിക്കും കൂടുതലായിട്ട്? പുരുഷന്മാർക്ക് ആയിരിക്കാം, അത് വ്യക്തിഗതമാണ്. എത്ര തുക നമ്മൾ ചെലവാക്കുന്നത്. ഇപ്പൊ ടൂർ പാക്കേജുകൾക്ക് ഒരു അഫോർഡബിൾ റേറ്റ് ഉണ്ട്. അവിടെ പുരുഷൻ സ്ത്രീ എന്നുള്ള വിവേചനം ഞാൻ കണ്ടിട്ടില്ല. കോമൺ റേറ്റ് ആണ്, പുരുഷന്മാർക്കും എല്ലാം ഒരേ റേറ്റ് ആണ്. ഉദാഹരണത്തിന് നമ്മുടെ KSRTCയുടെ തന്നെ ട്രാവൽ പാക്കേജുകൾ ധാരാളം ഉണ്ടല്ലോ. ടൂറിസം വളരെ കുറഞ്ഞ തുകയിൽ നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ കാണാം. നമ്മുടെ അടുത്ത് തന്നെയുള്ള ഏറ്റവും മനോഹരമായ സ്പോട്ടുകൾ കാണാതെയാണ് നമ്മൾ ദൂരേക്കൊക്കെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ KSRTC ബഡ്ജറ്റ് ടൂറിസത്തിൽ എത്ര ലൊക്കേഷനുകളിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിച്ചത്. ആ യാത്രകളിലും ഞാൻ പങ്കാളിയായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതില് സ്ത്രീകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടായിരുന്നു? അതെ, സ്ത്രീകളുടെ പങ്കാളിത്തമാണ് കൂടുതൽ. അപ്പൊ അമ്മമാർക്ക്, വീട്ടിൽ കൂടെ വരാൻ ആളില്ലാത്തവർക്ക് ഒക്കെയും, ഇത്തിരി പ്രായം ചെന്ന ആൾക്കാർക്ക് പോലും പരസ്പരം അവര് സൗഹൃദ വലയത്തിലാവും ആ ഒരു യാത്രയിൽ തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ താങ്ങും തണലുമായിട്ട് പോയി ആ യാത്രകള് ആസ്വദിക്കുന്നത് കണ്ടപ്പോ തന്നെ വല്ലാത്ത സന്തോഷം തോന്നി. അതിന് വലിയ തുക നമുക്ക് ആവുന്നില്ല, റേറ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചതും സ്ത്രീകൾ മാത്രം നടത്തുന്ന ഹോട്ടലുകളിൽ നിന്ന്, കുടുംബശ്രീയുടെയൊക്കെ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചത്, അതൊക്കെ ഒരു സ്ത്രീ മുന്നേറ്റങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീ അത്രമാത്രം എംപവർ ചെയ്യപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ തെളിവുകളാണ് ഈ യാത്രയിൽ കണ്ടതൊക്കെ. ആണല്ലേ. സ്ത്രീകൾക്ക് അങ്ങനെ പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു ആഗ്രഹവും ഒക്കെ പണ്ടും എന്ന് വെച്ചാൽ രാത്രികളിലും പകലിലും ഒരുപോലെ നടക്കണം എന്നൊക്കെ പറയുന്നു. ഇപ്പോഴും അങ്ങനെ രാത്രികളൊക്കെ അത്ര സുരക്ഷിതമാണോ, അല്ലെങ്കിൽ യാത്രകൾ കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ഉണ്ടോ? യാത്രകൾ കൂടിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ സുരക്ഷിതത്വം ചില സ്ഥലങ്ങളിൽ നമുക്ക് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് സമൂഹത്തിലെ എടുത്തു പറയാനുമുണ്ട്. സ്ത്രീ സുരക്ഷിത അല്ലാതായി പോയ ചില ഇടങ്ങളും ചില സംഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട്. അവിടെ നമ്മൾ കുറച്ചുകൂടെ കരുതേണ്ടിയിരിക്കുന്നു. എങ്കിലും യാത്രകളെ ഭയക്കേണ്ടതില്ല. അങ്ങനെ എനിക്ക് പറഞ്ഞു വെക്കാൻ പറ്റും. കരുതലുകൾ ഉണ്ടാവണം, ഭയക്കണ്ട. ഇപ്പൊ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങി പോവുകയാണ്, ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് എനിക്ക് ടൂർ പോകണമെന്ന് ആദ്യം പറയുകയാണെങ്കിൽ വീട്ടിലുള്ള അമ്മ പറയും, അല്ലെങ്കിൽ നാട്ടുകാർ പറയും ഭയങ്കര അഹങ്കാരിയാണ്, എപ്പോഴും ട്രിപ്പാണ് ആള്, എപ്പോഴും സോളോ ട്രിപ്പിലാണ്, യാത്രയിലാണെന്ന് പറയുന്നവരോട്, അങ്ങനെയുള്ള ആളുകളോടുള്ള മനോഭാവം പണ്ടത്തതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ? കൂടുതലായിട്ട് യാത്രകൾ പോകുന്നു എന്നതുകൊണ്ട് ചോദിച്ചതാണ്.
അത് ശരിക്കും പറഞ്ഞാൽ പണ്ട് പെൺകുട്ടികൾ പ്രത്യേകിച്ചും പോകുമ്പോൾ അതൊരു നിഷേധം, അവളൊരു അഹങ്കാരി, അല്ലെ അവൾ അങ്ങനെ യാത്രയ്ക്ക് പോകുന്നത് നമുക്കൊരു പക്ഷെ ഉൾക്കൊള്ളാൻ അന്നത്തെ സമൂഹത്തിന് പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറി. ഇന്ന് ഒരു പക്ഷേ പേരൻസ് തന്നെ കുട്ടികളെ വിടാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അവൾ അത്രയും സ്വയം സജ്ജയാവുകയാണ് ആ ഒരു യാത്രയിലൂടെ. അവൾക്ക് പ്രതിരോധിക്കാൻ അറിയാം, എല്ലാത്തിനെയും വിലയിരുത്താൻ അറിയാം. അപ്പോൾ പെൺകുട്ടിയുടെ പൂർണ്ണതയുടെ ഭാഗമായിട്ടാണ് അവളുടെ യാത്രകളും അവളുടെ സ്വാതന്ത്ര്യ ബോധമാണ്. അപ്പൊ അതുകൊണ്ട് കുറെ സ്ത്രീ എഴുത്തുകൾ യാത്രാ വിവരണ രംഗത്തേക്ക് വന്നിട്ടുണ്ടോ? മാഡം യാത്ര വിവരണങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്, അതുകൊണ്ട് ചോദിക്കാം. യാത്രകൾ എപ്പോഴും എഴുത്തിനെ വല്ലാതെ സ്വാധീനിക്കും. കാരണം ഒരു പക്ഷേ സാധാരണ ഒരാൾ കാണുന്നതിന് അപ്പുറം കാണുന്ന ആളാണ് ആര്? എഴുതുന്ന ആൾക്കാർ. ഒരു കവിക്കോ അല്ലെങ്കിൽ മറ്റ് സാഹിത്യം കൈകാര്യം ചെയ്യുന്ന ആൾക്കോ ഒരാൾ കാണുന്ന കാഴ്ചയെ വേറൊരു കാഴ്ചപ്പാടിലൂടെ കാണാൻ കഴിയുന്നതുകൊണ്ടാണ് അയാൾ കവിയോ എഴുത്തുകാരനോ ആയത് തന്നെ. അപ്പോഴ് ഈ പോകുന്ന വഴിയിലൊക്കെയും ഒരേ സ്ഥലം കാണുമ്പോഴും 10 പേര് അതിനെ 10 രീതിയിലായിരിക്കും ആസ്വദിക്കുന്നത്. ഈ കാഴ്ചക്കിടയിൽ ചില പ്രത്യേക സംഭവങ്ങളെ നമ്മുടെ കണ്ണിലേക്ക് കൊണ്ടുവരാനും കാഴ്ചയിലേക്ക് കൊണ്ടുവരാനും അതിൽ നമ്മളിൽ ഉണ്ടാക്കുന്ന ചില ചിന്തകളുണ്ട്. ആ ചിന്തകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ചില ധാരണകള്, പുതിയ ആശയങ്ങള്, അതിലൂടെ ഒരു കഥയോ കവിതയോ ഒരു പുതിയ സന്ദേശമോ ഒക്കെ നമ്മൾ മനസ്സിലൊരു ചെറിയ തിരി കൊളുത്തിയിടും ഈ യാത്രക്കിടയിൽ. അല്ലാതെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങ് ചിന്തിക്കത്തില്ല, ഞാൻ ഇന്നത് ചെയ്യാൻ പോകുന്നു, ഇതിനെക്കുറിച്ചൊരു കവിത എഴുതാൻ പോകുന്നു, ഇതിനെക്കുറിച്ച് ഞാൻ ലേഖനം എഴുതാൻ പോകുന്നു എന്ന് ആ യാത്രയിൽ ചിന്തിക്കണമെന്നില്ല. പക്ഷെ ഒരു ചെറിയ സ്പാർക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടായി കിടക്കും. അത് മാസങ്ങൾക്ക് ശേഷമാവാം, കുറെ സമയത്തിന് ശേഷമാവാം അതൊരു എഴുത്തിലേക്ക് തന്നെ എഴുതി, ചിലപ്പോ കുറെ കഴിഞ്ഞിട്ട് എഴുതി. പക്ഷേ ആ ഒരു യാത്ര അത്രമേൽ പ്രിയപ്പെട്ടതാവാറുണ്ട്. അങ്ങനെ സ്ത്രീകൾ യാത്ര ചെയ്താൽ മാത്രമേ സ്ത്രീകളുടേതായിട്ടുള്ള യാത്രാ വിവരണങ്ങൾ വരില്ല അല്ലേ? സ്ത്രീകളുടേതായ യാത്രാ വിവരണങ്ങൾക്ക് സ്ത്രീകൾ യാത്ര ചെയ്യണമെന്നുണ്ട്. എങ്കിലും അല്ലാത്ത കൂട്ടായ യാത്രകളും ഇപ്പൊ സുഹൃത്തുക്കളോടൊപ്പം ഉള്ളതും ഫാമിലിയോടൊപ്പം ഉള്ളതും ഒക്കെ നമ്മളെ എഴുത്തിലേക്ക് ഒരുപാട് സ്വാധീനിക്കും. എങ്കിലും ഇപ്പൊ പണ്ടത്തേതിൽ നിന്ന് മാറി പെൺ യാത്രകൾക്ക് വേണ്ടിയുള്ള ധാരാളം ഒരുക്കങ്ങൾ സമൂഹം തന്നെ നമുക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ പെൺകുട്ടികൾക്ക് സധൈര്യം കടന്നു വരാം അവിടേക്ക്. അതെ അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു എല്ലാ പ്രേക്ഷകരോടും കൂടി ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ പെൺമക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ഒരു ട്രിപ്പ് പോകാനോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതാഴൊക്കെ ഉള്ളട്ടെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരെ തയ്യാറാക്കാറുണ്ടോ? അവരെ ഒരു മാനസികമായിട്ടുള്ള പിന്തുണ നൽകാറുണ്ടോ? അത്തരത്തിലുള്ള യാത്രാ വിവരണങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഗസ്റ്റാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ മാഡത്തിന് അത്തരത്തിലിപ്പോൾ കുട്ടികളോട് പറയാനുള്ള അല്ലെ പാരൻസിനോട് പറയാനുള്ള, കുട്ടികളെ കുറച്ചുകൂടി കോൺഫിഡന്റ് ആകുന്നത് യാത്രകൾ കഴിയുമ്പോഴായിരിക്കും, അതുപോലെ പാരൻസിനോട് പറയാനുള്ളത് വേറെ എന്തൊക്കെയായിരിക്കും? അല്ല, എന്റെ യാത്രയിൽ പോലും ഞാൻ കുട്ടികളെ കണ്ട് ഞാൻ പഠിച്ചു എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മളെക്കാൾ വളരെ കാര്യങ്ങളെ നേരിടാൻ അല്ലെങ്കിൽ തയ്യാറെടുക്കാൻ ഒക്കെ അവര് നമ്മളെക്കാൾ വളരെ മുൻപിലാണ് കുട്ടികൾ. നമ്മൾ അവരെ ഓർത്ത് പേടിക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടികൾ വളരെയേറെ വെൽ പ്ലാൻഡ് ആണ് എല്ലാ കാര്യങ്ങളിലും. അവർക്കറിയാം ഒരു കോസ്, അതിന്റെ റീസൺ, എന്തെങ്ങനെ മാനേജ് ചെയ്യണമെന്നൊക്കെ നന്നായിട്ട് അവർക്കറിയാം. അപ്പൊ അങ്ങനെ കുട്ടികൾ വളരെ ഫിറ്റാണ്. നമ്മൾ അവരെ വിട്ടാൽ മാത്രം മതി. പിന്നെ ഓരോ കുട്ടിക്കും, നമ്മളുടെ ഓരോ വ്യക്തിക്കും ഒരു സെൽഫ്, നമ്മളുടെ ഉള്ളിലെ ഒരു നമ്മുടെ സ്വന്തമായ ഒരു തീരുമാനങ്ങൾ, നമ്മൾ പോകുന്ന ഒരു ട്രാക്ക്, അതൊക്കെ ഉണ്ടല്ലോ, ഒരു പേഴ്സണാലിറ്റി, നമ്മുടെ ഒരു സെൽഫ് ഓറ ഉണ്ടല്ലോ, അത് നമ്മൾക്കുണ്ടായിരിക്കണം. അവിടെ നമ്മൾ സേഫ് ആയിരിക്കും. ഓക്കെ. എന്ത് വന്നാലും നേരിടാനുള്ള ഒരു ധൈര്യം ഒരു യാത്രയിലൂടെ കുട്ടിക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത് പേരൻസ് ശരിക്കും കുട്ടിക്ക് അവസരം കൊടുക്കണം. അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം കൊടുക്കണം. നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടോ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ വായിച്ചിട്ടോ കാര്യമില്ല. അതിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകണം. അവിടെയാണ് ആ കുട്ടിയപ്പോ സ്വയം സജ്ജയാക്കപ്പെടുന്നത്, അവൾ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പഠിക്കുന്നത്, അല്ലെ, എല്ലാ സംവിധാനങ്ങളെയും സാഹചര്യങ്ങളെയും ഒക്കെ ടോളറേറ്റ് ചെയ്യാൻ കുട്ടി പഠിക്കുന്നത് അതിലൂടെയാണ്. അത് അവളുടെ മൊത്തത്തിലുള്ള ജീവിതത്തെ തന്നെ മാറ്റിയെടുക്കും. ഒരു CCTV പാരന്റ് ആകാതെ തീർച്ചയായും അവരുടെ ചിറകുകളിൽ പറക്കാൻ വേണ്ടിയിട്ട് അവരെ വിടേണ്ടത് അത്യാവശ്യമാണെന്നാണ് മാഡത്തിന്റെ ഇന്നത്തെ ഒരു ടോക്കിൽ ഞങ്ങൾ രണ്ടുപേരും പ്ലസന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പറയുമ്പോൾ ഓർക്കുന്നത്, ഞങ്ങളുടെ ഒരു സ്ത്രീ എഴുത്തുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയാണ്, സ്ത്രീ സംഘടനയുണ്ടായിരുന്നു, സ്ത്രീകൾ മാത്രമുള്ള പെണ്ണില്ലം എന്ന് പറഞ്ഞിട്ടൊരു എഴുത്ത് കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതില് കഴിഞ്ഞ വർഷം 62 പുസ്തകങ്ങളുമായിട്ട് ഷാർജ ഫെസ്റ്റിലേക്ക് പോയിരുന്നു. അപ്പൊ അത് വിദേശയാത്രയാണ് അത്രയും സ്ത്രീകൾ ഒരുമിച്ച് ചെയ്തത്.
അവിടെ നമുക്ക് പുരുഷന്മാരല്ല സ്ത്രീകളുടെ ഒരു കൂട്ടമാണ് പോയത്. അത് ഷാർജ ബുക്ക് ഫെസ്റ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു മാറ്റം കുറിച്ചത് ആണ്. 62 പുസ്തകങ്ങളുമായി അവിടെ പോയി അത് പ്രകാശനം ചെയ്തു എന്നുള്ളത്. ആ യാത്ര, അവിടുത്തെ കാഴ്ചകൾ, വീണ്ടുമുള്ള ട്രിപ്പുകളൊക്കെയും സ്ത്രീകൾ തന്നെ സ്ത്രീകൾ ചെയ്തതാണ്. പക്ഷെ സ്ത്രീകൾ എഴുതിയതാണ്. എല്ലാ യാത്രകളും എഴുതണമെന്നും ഇല്ല. അപ്പൊ അങ്ങനെയാണ് ആ ഒരു യാത്ര ചെയ്തത്. അപ്പൊ അങ്ങനെ സ്ത്രീകൾക്ക് തന്നെയും ഒരുപാട് കാര്യങ്ങൾ പറ്റും. അവര് അപ്പോൾ നമ്മള് വുമൻസ് കോർണറിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കാറുള്ളത് ഇത് തന്നെയാണ് കേട്ടോ. കുറേയേറെ എംപവർമെന്റ് ആവശ്യമുള്ള മേഖലകളിൽ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുത്തേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. അത്തരത്തിലുള്ള ഒരു ടോക്കായിരുന്നു ഇന്ന് മാഡത്തിന്റെ കൂടെ. വളരെ നന്ദി മാഡം എൻ്റെ റേഡിയോയുടെ ഭാഗമായതിൽ. എനിക്കും സന്തോഷം. താങ്ക് യു മാഡം.